ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ബൈബിൾ എടുത്ത് 1 കൊരിന്ത്യരിലേക്ക് നീങ്ങാം. ഏത് വേദഭാഗം എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ ഞാൻ പറയാം. ആദ്യം ആമുഖമായി 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. 1 കൊരിന്ത്യരിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, കൊരിന്ത്യ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ആ പ്രശ്നങ്ങൾക്കെല്ലാം പൗലോസ് മറുപടി പറയുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. അപ്പോൾ കൊരിന്ത്യ ലേഖനം എടുത്തു നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 11 വിഷയങ്ങളെക്കുറിച്ചാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉത്തരം പറയുന്നത്. ആദ്യത്തെ ഒരു 4 അധ്യായം അവിടെ ചില ചേരിപ്പോര് നടക്കുകയാണ് അല്ലേ? നേതാക്കന്മാരെ തമ്മിൽ താരതമ്യം ചെയ്ത് എൻ്റെ നേതാവാണ് കൂടിയ പ്രസംഗകൻ, നിൻ്റെ നേതാവിന് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഈ ഫാൻസ് അസോസിയേഷൻ കളി അല്ലേ? അങ്ങനെ പല സഭകളിലും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ചേരിപ്പോരും, പിന്നെ അവസാനം സഭ രണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പൗലോസ് അതിന് വേണ്ട ഗുണീകരണം കൊടുക്കുന്നതാണ് ആദ്യത്തെ 4 അധ്യായങ്ങൾ. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്കൊന്നും പുറത്തു പറയാൻ കൊള്ളാത്ത ലൈംഗിക പാപം സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി തൻ്റെ അപ്പൻ്റെ ഭാര്യ, അതായത് അമ്മയല്ല, രണ്ടാനമ്മ എന്നൊക്കെ പറയുന്ന ആ സഹോദരിയായിട്ട് വേണ്ടാത്ത ബന്ധത്തിലാണ്. അതിനു വേണ്ട ശിക്ഷാ നടപടി എടുക്കുന്നില്ല. അതാണ് അവിടുത്തെ വിഷയം അല്ലേ? അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിൽ വരുമ്പം കേസും വഴക്കും. വിശ്വാസികൾ തമ്മിലുള്ള അടിപിടിയൊന്നും വിശ്വാസികൾക്ക് തന്നെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കോടതിയിൽ പോയി കേസും കൊടുത്തിരിക്കുകയാണ് അല്ലേ? അത് കഴിഞ്ഞ് പിന്നീടും 6-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വരുമ്പോൾ വീണ്ടും അവിടുത്തെ വിഷയം ലൈംഗിക പാപം തന്നെയാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പല വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഉപദേശപരമായിട്ടുള്ള പല ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരം പറയുന്ന ഭാഗങ്ങളാണ്. 7-ാം അധ്യായത്തിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഏകനായി നടക്കുക, ഇനി പുനർവിവാഹം, പിന്നെ വിവാഹമോചനം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും കുറിച്ചാണ് 7-ാം അധ്യായം. അതിനെക്കുറിച്ച് പൗലോസ്, അപ്പോൾ അവർക്കതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം കഴിക്കാമോ, അതിൻ്റെ പേരിൽ വലിയ ആശയക്കുഴപ്പം. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ സഹോദരിമാർ ഈ തലയിൽ ഇതിടണോ അല്ലേ, അതിൻ്റെ പേരിൽ അടുത്ത വഴക്ക്. അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൻ്റെ പിന്നീടുള്ള വാക്യങ്ങൾ ഇന്നും നമ്മൾ വായിച്ചു കേൾക്കാൻ പോവുകയാണ്. കത്രുമേഷ സംബന്ധിച്ച് ആശയക്കുഴപ്പം അല്ലേ? പിന്നെ 12-ാം 13-ഉം 14-ഉം കൃപാവരങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പം അല്ലേ? 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ആശയക്കുഴപ്പം. പിന്നെ അവസാനം 16-ാം അധ്യായത്തിൽ പൗലോസ് യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് നമ്മൾ എങ്ങനെ സഹായം അയക്കണം, എങ്ങനെ നമ്മൾ പണമെല്ലാം സ്വരൂപിച്ച് സഹായം അയക്കണം, അതിനെക്കുറിച്ചും ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നമുള്ളൊരു സഭയാണ് എങ്കിൽ നിങ്ങൾ എന്തോ പറയും? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സഭയാണ് നമ്മൾ നല്ല സഭയാണ്, പൗലോസ് സ്ഥാപിച്ച സഭയാണ് എന്ന് പറയോ അല്ലേ? ഇത്രയും പ്രശ്നമുള്ള ഒരു ഗതികെട്ട സഭ വേറെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ല. കാരണം പുതിയ നിയമത്തിലെ മറ്റ് സഭകളുടെ പ്രശ്നമൊന്നും ഇതുപോലെ വിളിച്ചു കൂവി പറഞ്ഞിട്ടില്ല അല്ലേ? ഉപദേശപരമായിട്ടൊക്കെ പ്രശ്നം, പിന്നെ നല്ലപോലെ ലൈംഗിക പാപങ്ങളുണ്ട്, പിന്നെ ഏത് വിഷയം വേണേൽ ചോദിച്ചോ ആശയക്കുഴപ്പം അല്ലേ? എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ട ഒന്നാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വളരെ ഒരു രീതിയിൽ പറഞ്ഞാൽ വിചിത്രമാണ്, വേറൊരു രീതിയിൽ പറഞ്ഞാൽ സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രത്യേക വാക്കുണ്ട് ഈ ലേഖനത്തിൽ. ഉദാഹരണത്തിനായിട്ട് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 8:1. നമ്മുടെ ഇന്ന് പഠിക്കാൻ പോകുന്ന വേദഭാഗമല്ല. എന്താണ് ഈ കൊരിന്ത്യ സഭ ഇങ്ങനെ ആയതിൻ്റെ മൂലകാരണം കാണിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് ഞാൻ വായിപ്പിക്കുന്നതേ ഉള്ളൂ. 1 കൊരിന്ത്യർ 8-1 വാക്യം. അവിടെ അവസാനം പറഞ്ഞിരിക്കുന്നുണ്ടോ, അറിവ് ചീർപ്പിക്കുന്നു. ഈ ചീർപ്പിക്കുന്നു എന്നുള്ള വാക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ വാക്ക് മാത്രം കാണിക്കാനാണ് ആ വാക്യം എടുത്തത്, അല്ലാതെ വേറെ ആ വാക്യത്തിൽ വേറെ കാര്യങ്ങളൊന്നുമല്ല അല്ലേ? ചീർപ്പിക്കുക, ഇംഗ്ലീഷിൽ പഫ്ഡ് അപ്പ്. എല്ലാവരും പഫ്സ് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ വിശക്കും എല്ലാവർക്കും അല്ലേ? എന്താ അതിനെ പഫ് എന്ന് വിളിക്കുന്നതെന്നറിയാമോ? നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പം ഈ മാവ് വീർത്ത് പൊങ്ങി വരും അല്ലേ? നമ്മളെ ചിലരെ പോലെയൊക്കെ ഇങ്ങനെ വീർത്തിരിപ്പുണ്ട് അല്ലേ? വേറെ ചിലരൊക്കെ മെലിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ നമ്മളൊക്കെ ആഹാരം കഴിക്കും തോറും വിസ്തീർണം വലുതായി വരുന്നു
അല്ലേ? അതുപോലെയാണ് പഫ്. അപ്പോൾ അത് തന്നെയാണ് ഈ ചീർപ്പിക്കുക, അല്ലേ? ചീർത്തിരിക്കുക. ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ യവന ബൈബിളിലെ കാര്യമൊക്കെ പറയുന്നത്. ഇത് ബൈബിളിൽ ആ കൂടെ 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ പുതിയ നിയമത്തിൽ. അതിൽ 6ഉം 1 കൊരിന്ത്യരിലാണ്. പിന്നെ ഉള്ളത് കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ പൗലോസ്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ്, ഈ ചീർപ്പിക്കുക എന്നുള്ള വാക്ക് ഒരൊറ്റ സഭയ്ക്ക് അങ്ങ് എഴുതി കൊടുത്തിരിക്കുക. ഏതാ സഭ? 1 കൊരിന്ത്യർ, അല്ലെങ്കിൽ കൊരിന്ത്യ സഭ. എന്താ ഈ ചീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ പച്ച മലയാളത്തിൽ, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ അഹങ്കാരം, നിഗളം, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് കൊരിന്ത്യ സഭയിൽ ഇത്രയും കുഴപ്പങ്ങൾ? ചേരിപ്പോര്, ലൈംഗിക പാപങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ഉപദേശപരമായിട്ടെല്ലാ തെറ്റും. എന്തുകൊണ്ടാ? ആത്യന്തികമായ അടിസ്ഥാനപരമായ പ്രശ്നം അഹങ്കാരം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ടതും നമ്മൾ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുകയും ഒഴിവാക്കുകയും ചെയ്യേണ്ട വിഷയമാണ് അഹങ്കാരം. പലയിടത്തും നമ്മൾ ഒരു സഭയിൽ പോയിട്ട് അവർ പറയണം അവിടെ ചേരിപ്പോരെന്ന് പറഞ്ഞാൽ നമ്മളാരും ഈ വിഷയം കയറി കൈകാര്യം ചെയ്യാറില്ല. നമ്മൾ ചേരിപ്പോരെങ്ങനെ, എന്താണ് ബ്രദർ അങ്ങനെ പറഞ്ഞു, എന്താ? ഇതൊക്കെ ബാഹ്യമായ പ്രശ്നം. എന്താണ്? ഉള്ളിലാണ്, അല്ലേ? അവിടെ ചേരിപ്പോരുണ്ട്, എന്നാൽ പിന്നെ ആ ചേരിപ്പോര് നമുക്ക് മാറ്റിക്കളയാം. ചേരിപ്പോരൊക്കെ വന്നതിൻ്റെ മൂലകാരണം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നം വേറൊരു രൂപത്തിൽ വരും. ലൈംഗിക ഭാവമായിട്ട് വരും, അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിറഞ്ഞതായിട്ട് വരും. എന്താ കുഴപ്പം? ആത്യന്തിക കുഴപ്പം എന്താണ്? അവിടെ അഹങ്കാരമുണ്ടായിരുന്നു. ഇനി ഈ ചീർത്തിരിക്കുക എന്ന് പറയുന്ന വാക്ക് 1 കൊരിന്ത്യരിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് 4-ാം അധ്യായത്തിലേക്ക്. ഇന്ന് നമ്മൾ ആ അധ്യായത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ കൊരിന്ത്യ സഭ അവർ രക്ഷിക്കപ്പെട്ടതൊക്കെ തന്നെ, പക്ഷെ അവർ പല കാരണത്താലും അഹംഭാവത്തിൽ പോയത് നിമിത്തം അവരുടെ സഭയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കലഹമുണ്ടായിരുന്നു. അവരുടെ സഭയിൽ അനൈക്യത, അല്ലേ? ഐക്യതയില്ലായ്മ ഉണ്ടായിരുന്നു. ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അധാർമിക ജീവിത ശൈലി ഉണ്ടായിരുന്നു. ആശയക്കുഴപ്പം നിറഞ്ഞ ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ദുഷ്പ്രവണതകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു കൊരിന്ത്യ സഭ. മൂലകാരണം അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരം നമുക്കും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിലേക്ക് കടക്കാം. ഞാൻ ബൈബിൾ സ്റ്റഡി ജസ്റ്റ് ഒന്ന് ഓടിച്ച് സൂചിപ്പിച്ചെങ്കിലും ഇന്ന് ആ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നമ്മൾ കൊരിന്ത്യ സഭക്കാരല്ലേലും നമുക്കും ഈ പ്രശ്നമുള്ളതുകൊണ്ട് ഇനി താഴ്മയുള്ളവരാരും ഈ പ്രസംഗം കേൾക്കണ്ട കേട്ടോ. എഴുന്നേറ്റ് പോവാം, ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അല്ല, അഹങ്കാരികളൊക്കെ ആണെങ്കിൽ എന്നെപ്പോലുള്ളവരാണ് ദയവ് ചെയ്തിരുന്ന് വചനം കേൾക്കാം. 1 കൊരിന്ത്യർ 4:7 വളരെ കാതലായ ഒരു വാക്യമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെ ഉള്ളൂ ഇന്ന്. പക്ഷേ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് താഴ്മ വരും. ഏത് സാഹചര്യത്തിലും ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കും. ഇത് അവർ ചോദിക്കാത്തതുകൊണ്ടാണ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി കൊടുത്തു, നിങ്ങളൊന്ന് ചോദിച്ചേന്ന്. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ആ 3 ചോദ്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിലെ 1-ാമത്തെ ചോദ്യം നോക്കിയേ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? എന്താ ഈ വിശേഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ? നിനക്ക് വിശേഷത പകർന്നു തരുന്നവൻ ആരാകുന്നു? നീ ഇത്ര വലിയ പ്രത്യേകതയുള്ളവനാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നൊക്കെ പറയാൻ ആരാണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്? നമ്മൾ സാധാരണ ഈ ചോദ്യം ചോദിക്കുന്നത് എന്താണ്? നീ എന്തുകൊണ്ടാണ് വ്യത്യസ്തനാകുന്നത്? നിനക്ക് എന്തോ ഉണ്ടെന്നായി ചോദിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം എന്തോ ഉണ്ടെന്നല്ല, ആര്? അതാണ് 1-ാമത്തെ ചോദ്യം. എന്തോ ഉണ്ടെന്നല്ല, എനിക്ക് പഠിപ്പുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് സമ്പന്നതയുണ്ട്, അതൊക്കെ പിന്നെ. നിനക്ക് എന്തോ ഉണ്ടെന്നുള്ള 2-ാമത്തെ ചോദ്യം. 1-ാമത്തെ ചോദ്യം, നിന്നെ ആരാണ് ഇങ്ങനെ വിശേഷത പറയാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൽകിയവൻ? അതാണ് ഇവിടുത്തെ ചോദ്യം. ആ നൽകിയവനെ മറന്നുകൊണ്ടാ കോളർ പൊക്കിയത്, അല്ലേ? അത് ഓർക്കണം. നിന്നെ വിശേഷതയുള്ളതാക്കുവാൻ, നിന്റെ അയൽക്കാരനിൽ നിന്നോ നിന്റെ കൂട്ടുകാരനിൽ നിന്നോ നിന്റെ കൂട്ടു സഭാവിശ്വാസിയിൽ നിന്നോ വ്യത്യസ്തനാക്കുന്നവൻ ആരാകുന്നു?
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അല്ലേ? മനസ്സാക്ഷി. ഇപ്പോൾ ഇവിടെ ചോദിച്ചാൽ എല്ലാവരും യേശുവെന്നും ക്രൈസ്തലോടും ഒക്കെ പറയും. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് എന്തുവാ പറയുന്നത്, അല്ലേ? എൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് ഉയരുന്ന ഉത്തരം എന്താണ്? ആരാണ് ആ വ്യക്തി, അല്ലേ? ചിലരുടെ ഉത്തരം എൻ്റെ അപ്പനാണ്, എൻ്റെ കുടുംബം, എൻ്റെ അപ്പന്മാർ, എൻ്റെ പിതാക്കന്മാർ, പിതൃഭാരം, ഞങ്ങൾ മറ്റേ കുടുംബമാണ്, അല്ലേ? ചിലർക്കൊക്കെ ആ പേരൊക്കെ ഉണ്ടല്ലോ, അല്ലേ? തെങ്ങ് പറമ്പിൽ എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുണ്ടല്ലോ, അല്ലേ? അതാണ് ആ പറമ്പിലുള്ള അച്ചായന്മാരാണ് നമ്മുടെ വിശേഷതയ്ക്ക് മൂലകാരണം. ശരി, എന്നാൽ പിന്നെ അവരെ ആരാധിക്കാൻ ഞായറാഴ്ച തോറും അവരുടെ കുഴിമാടത്തിൽ പോയിരുന്നു. എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്, അല്ലേ? ഞങ്ങളാക്കിയ അപ്പച്ച എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് 4 പാട്ടൊക്കെ പാടിയാൽ പോരെ, അല്ലേ? അപ്പോൾ ചിലർ അതാണ് പറയുന്നത്. ചിലർ പറഞ്ഞു ഞാൻ തന്നെ, ഒരപ്പനും ഇല്ല, ഒരമ്മായപ്പനും ഇല്ല, ഒരുത്തനും ഇല്ല, ഞാൻ സ്വമേധ, അല്ലേ? സെൽഫ് മെയ്ഡ് മാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഞാൻ കഷ്ടപ്പെട്ട് പാടിച്ച് അല്ലെ പണിയെടുത്ത് ഞാൻ ഉണ്ടാക്കിയതായി കാണുന്നതെല്ലാം, അല്ലേ? പറയുന്ന സത്യമാണ്. പക്ഷേ അത് നികളമായിപ്പോയി, അഹങ്കാരമായിപ്പോയി, അല്ലേ? നീ കഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ഈ ശക്തി ആര് തന്നു, നിനക്ക് ഈ ബുദ്ധി ആര് തന്നു, അല്ലേ? നിനക്ക് ആരോഗ്യം ആര് തന്നു? അതൊക്കെ നീ തന്നെ ഉണ്ടാക്കിയതാണോ ആരോഗ്യമൊക്കെ, അല്ലേ? അതൊക്കെ പുള്ളി മറന്നു. എന്നിട്ട് പറയാം ഞാൻ തന്നെ ഒരുത്തനും ഇല്ലെന്ന്. സത്യമായിരിക്കാം, മനുഷ്യരാരും സഹായിച്ചില്ലായിരിക്കും, പക്ഷെ ദൈവത്തെ മറന്നു, അല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തു പറഞ്ഞാലും ദൈവമല്ലെങ്കിൽ ഉറപ്പിച്ചോ അതെവിടെ ചെന്ന് അവസാനിക്കും? നിഗളത്തിൽ. നിഗളത്തിൽ ചെന്ന പ്രശ്നം എന്താണ്? ഈ കൊരിന്ത്യ സഭയെ പോലെ ആവും നമ്മുടെ ജീവിതം, അല്ലേ? ദൈവം നിഗളികളെ എതിർക്കുന്നു, യുദ്ധം ചെയ്യുന്നു എന്നാണ്, അല്ലേ? നമ്മൾ നിഗളിയായ നമ്മൾ ദൈവത്തിനെതിരായി. ദൈവം ഇടത്തോട്ട് പോകുന്നു, നമ്മൾ വലത്തോട്ട് പോകുന്നു. അപ്പോൾ ദൈവം നിഗളികളെ എതിർക്കുന്നു, അല്ലേ? താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അറിഞ്ഞുകൂടാത്തവർ പോയി 1 പത്രോസ് 5 വായിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഇതുപോലൊരു ജാതി വേറുണ്ടോ? അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ട്. ആ പാട്ടൊക്കെ ഏതർത്ഥത്തിലാണോ എന്തോ ആളുകൾ പാടുന്നത്. ഞങ്ങളെപ്പോലെ വേറെ ആരുണ്ടെന്ന് കോളറും പൊക്കിയായി പാടുന്നതെങ്കിൽ ആ പാട്ട് പാടിയത് തെറ്റിപ്പോയി, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പാടേണ്ടത്. നമ്മളെങ്ങനെ പാടേണ്ടത്? അയ്യോ, കരുണ ലഭിച്ചവർ, ദയ ലഭിച്ചവർ, നമ്മളോട് ദൈവത്തിന് മനസ്സലിവ് തോന്നി. ഞാൻ എന്തെങ്കിലും രീതിയിൽ എൻ്റെ അയൽക്കാരനിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിൽ അതിൻ്റെ 100% കാരണവും ഒരു വ്യക്തിയാണ്, അത് ദൈവമാണ്, എൻ്റെ കർത്താവാണ്, അല്ലേ? അങ്ങനെ പറയാൻ പറ്റണം. ഈ ചോദ്യത്തിന് ഉത്തരം ഇവിടെ പൗലോസാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പൗലോസ് തന്നെ നൽകുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:10 ഒന്ന് നോക്കിയേ. 1 കൊരിന്ത്യർ 15:10 എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, അല്ലേ? നമ്മൾ പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് ദൈവത്തിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറയുന്നത് ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ദൈവം പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് ആരുടെയും കൃപയും വേണ്ട, സഹായവും വേണ്ട. ദൈവം മാത്രം പറയാം ഞാൻ തന്നെ എല്ലാം. പക്ഷെ മനുഷ്യരെങ്ങനെ പറയണ്ടേ? ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല, അവരെല്ലാവരെക്കാളും അത് നമുക്കിഷ്ടമാണ്. അവരെല്ലാവരെക്കാളും ഞാൻ, അല്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ അത്? അവരെല്ലാവരെക്കാളും ഞാൻ, എൻ്റെ കൂടെ നടന്നവരെക്കാളൊക്കെ കൂടുതൽ ബൈബിൾ പഠിക്കുന്ന ഞാനാ. ബാക്കി എല്ലാവരെക്കാളും ബൈബിൾ ഞാൻ കാണാൻ പഠിക്കും. അവരെ എല്ലാവരെക്കാളും ഞാനെന്ന് പറഞ്ഞിട്ട് ബാക്കി കൂടെ വായിക്കണം. ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, സത്യം തന്നെ, എന്നാൽ ഞാനല്ല. അത് നമ്മൾ പറയുന്നത് ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രയേ. അപ്പോൾ പൗലോസ് പ്രവർത്തിച്ചു, അധ്വാനിച്ചു ഒക്കെ സത്യം തന്നെ, പക്ഷേ ക്രെഡിറ്റ് ആർക്കാണ്? ദൈവകൃപയ്ക്കാണ്. കാരണം പ്രവർത്തിച്ചത് ദൈവം തന്നെയാണ്. പൗലോസ് നീ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും വിശിഷ്ടനായത് എങ്ങനെയാണ്? ഇത്രയും അധികം അധ്യായങ്ങളൊക്കെ എഴുതുന്ന വിശിഷ്ട അപ്പോസ്തലനായത് എങ്ങനെ? അധ്വാനിച്ചു, പക്ഷേ ദൈവകൃപ, അല്ലേ? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു സഭയെ ഉപദ്രവിച്ചവൻ തന്നെ ഏറ്റവും വലിയ അപ്പോസ്തലനാകണം, അല്ലേ? അത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് മഹത്വം വരുത്തുന്ന പ്രവൃത്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളും ഇത് പറയാൻ പഠിക്കണം. എന്നെ വിശിഷ്ടത ഉള്ളവനാക്കുന്ന, വിശേഷത ഉള്ളവനാക്കുന്നത് എൻ്റെ ദൈവമാണ്, അവൻ്റെ കൃപയൊന്നു മാത്രമാണ്. അപ്പോൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ, നിന്നെ വിശേഷതയുള്ളവനാക്കുന്നവൻ ആരെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വചനപ്രകാരം ഉണരേണ്ട ഒരു ഏറ്റുപറച്ചിലുണ്ട്. എന്താണ്? ഞാൻ ദൈവം ഒഴികെ ഒന്നുമല്ല.
ഞാനാകുന്നവൻ ദൈവകൃപയാലാകുന്നു. എന്നെ തിരിച്ചു പറഞ്ഞാൽ ദൈവകൃപയില്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും ഒരു പാപി, അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 1 കൊരിന്ത്യർ 4:7 രണ്ടാമത്തെ ചോദ്യം. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ഒന്ന് ചോദിച്ചേ, നിങ്ങളോട് തന്നെ ചോദിച്ചേ. ഇന്നത്തെ പ്രസംഗമെല്ലാം നിങ്ങളോട് ചോദിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ലഭിച്ചതല്ലേ? ഒന്ന് ചിന്തിച്ചേ. നിങ്ങളായിട്ട് എന്തെങ്കിലും ഇന്ന ഭവനത്തിൽ ജനിക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചേ, അല്ലേ? അവർ മറ്റേ അച്ചായൻ പറഞ്ഞ ഓർമ്മയില്ല, എൻ്റെ കുടുംബമാണ്, നീ ഈ കുടുംബത്തിൽ ജനിക്കാൻ നീ എന്തൊന്ന് ചെയ്തു? ഒന്നും ചെയ്തില്ല, അല്ലേ? എന്തെങ്കിലും ചെയ്തു? എൻ്റെ അപ്പനെ തിരഞ്ഞെടുത്തോ ഞാൻ? എൻ്റെ അമ്മയെ ഞാൻ തിരഞ്ഞെടുത്തോ? ഇല്ല. എൻ്റെ ഭവനം ഞാൻ തിരഞ്ഞെടുത്തോ? ഇല്ല. എനിക്ക് ആരോഗ്യം വേണമെന്ന് ഞാൻ തിരഞ്ഞെടുത്തോ? എനിക്ക് പഠനം വേണം. എത്രയോ പേർക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലേ? ഇനി വിദ്യാഭ്യാസവും അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ബുദ്ധിയില്ലേ, തോറ്റിരിക്കും. ബുദ്ധി ആര് തന്നു? സാമർഥ്യം ആര് തന്നു? എല്ലാം തന്നതല്ലേ, അല്ലേ? അപ്പം ലഭിച്ചതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെയാണ് നമുക്കുള്ളതെല്ലാം നോക്കേണ്ടത്. നേരത്തെ നമ്മൾ ആരാണെന്നുള്ള ചോദ്യം, ഇനി നമുക്കുള്ളതെല്ലാം ഒന്ന് ചിന്തിച്ചേ. ഇത് നിങ്ങൾ ധ്യാനിച്ചെങ്കിലേ ഈ വചനം ഉള്ളിൽ ക്രിയ ചെയ്യത്തുള്ളൂ, അല്ലേ? ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു വേദഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സ്വമേധ ധ്യാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം ഒന്ന് ചിന്തിച്ചേ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഹങ്കാരം വരുത്തുന്ന വിഷയങ്ങൾ, സൗന്ദര്യം, സമ്പന്നത, വചനജ്ഞാനം, അങ്ങനെ വാക്ചാതുര്യം, പ്രസംഗിക്കാൻ കഴിവ്, പാട്ടുപാടാൻ കഴിവ്, ഇതൊക്കെയാണല്ലോ നമ്മൾ മറ്റുള്ളവനില്ല എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ കിടുവാണെന്ന് ചിന്തിക്കുന്നത്. അതൊക്കെ എവിടുന്ന് ലഭിച്ചു? ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? അല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദിക്കാറുണ്ടോ അത്? ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഈ ഭൂമിയിലുള്ള ഒന്നും ഒഴിവാക്കിയിട്ടില്ല, അല്ലേ? നിങ്ങളിങ്ങനെ ചിന്തിക്കണം, കുത്തിയിരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ കണ്ണ് പോകുന്നതെല്ലാം, ഈ വീട്, അപ്പുറത്തെ പറമ്പ്, ഇതൊക്കെ എല്ലാം ലഭിച്ചതല്ലേ, അല്ലേ? ഇത് വാങ്ങിക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടി, അല്ലേ? അത് ഈ വീട്ടുകാർ ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ പോയി ചിന്തിക്കണം. ഇതൊക്കെ എങ്ങനെ, അല്ലേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഈ സ്ഥാനത്തൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ജീവിച്ചെങ്ങനെ ഇരിക്കുന്നു, അല്ലേ? 2022 എനിക്കൊരു വലിയ അപകടം വന്നു, അന്ന് വേണേൽ മരിച്ചു പോകാവുന്നതായിരുന്നു, അല്ലേ? ഏതൊരു കാട്ടിൽ പോയാൽ ഞാൻ വീണു, അവിടെ കിടന്ന ഒരു മനുഷ്യനും ഇല്ല അവിടെ, അല്ലേ? എഴുന്നേറ്റ് 10 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, അങ്ങനെ എൻ്റെ ഇവിടെ മുഴുവൻ ലിഗമെൻ്റ് കീറിപ്പോയി. ഇതിന് ജീവിതകാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ ഇങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ചു, ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ്, മനസ്സിലായി? കാർ ഓടിക്കുമ്പം ഈ വലത്തെ കൈയാണ് സ്റ്റിയറിംഗ് വീലിന് മെയിൻ, അല്ലേ? ഞാൻ വലങ്കൈനായതുകൊണ്ട് അങ്ങനെ വരത്തുള്ളൂ. മറ്റേ ബൈക്ക് ഓടിക്കാന്ന് വെച്ചാൽ ഈ സാധനം നല്ല വേദനയാണ് എനിക്ക്, അല്ലേ? അന്ന് മരിച്ചുകൊണ്ടവനായിരുന്നല്ലോ, എങ്ങനെ ഇപ്പോൾ നാട് എഴുന്നേറ്റ് നിൽക്കുന്നു, വണ്ടി ഓടിച്ചോടെ വരുമായിരുന്നു, അല്ലേ? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, അല്ലേ? നന്ദി ഉണ്ടായിരിക്കണം. എവിടെ നിന്ന് ലഭിച്ചു? ദൈവകൃപയാൽ ലഭിച്ചു, അല്ലേ? നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. യോഹന്നാൻ 3:27 നോക്കിക്കേ. യോഹന്നാൻ 3:27. യോഹന്നാൻ സ്നാപകന്റെ ഒരു മറുപടിയാണ്, നോക്കിക്കേ. യോഹന്നാൻ ഉത്തരം പറഞ്ഞു നോക്കിയ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വല്ലതും ലഭിച്ചിട്ടുണ്ട്? എവിടുന്ന് കിട്ടി? സ്വർഗത്തു നിന്ന് കിട്ടി. എന്ന് വെച്ചാൽ ദൈവം തന്നു, അല്ലേ? ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ട്, സ്നാപക നിൻ്റെ ശുശ്രൂഷയൊക്കെ പൊട്ടാറായി, അപ്പുറത്ത് യേശു സ്നാനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മത്സര ബുദ്ധി കയറ്റിയിട്ട് കോമ്പറ്റീഷൻ വരുത്താൻ വേണ്ടി സ്നാപയോഹനാണ് പറഞ്ഞപ്പോൾ സ്നാപയോഹൻ പറയും, അപ്പുറത്തൊരുന്ന് സ്നാനപ്പെടുന്നുണ്ടല്ലേ, അവന് സ്വർഗത്തിൽ നിന്ന് കിട്ടിയോണ്ടാവും അത് ചെയ്യുന്നത്. ഞാൻ അതിനെന്തിനെ എനിക്ക് കോപിക്കണം? എൻ്റെ ദൈവത്തിന് തോന്നി അവൻ ആ ശുശ്രൂഷ കൊടുക്കാൻ, അല്ലേ? താഴ്മയുള്ള മനുഷ്യനായിരുന്നു, പിന്നെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഞാനും ഒരു 100 സ്നാനം ഇപ്പുറത്ത് നടത്താം, അപ്പുറത്തെ കടവിലെ വെള്ളം കുറച്ച് നമുക്ക് വല്ല വിഷമല്ലോ ഇടാം, അവിടെ പോയി മുങ്ങുന്ന അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ മലയാളി വിശ്വാസികൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയല്ലോ അവൻ്റെ അടുത്ത് കുറയ്ക്കാം, ഇവിടെ കൂട്ടാം, അല്ലേ? അങ്ങനെയൊന്നുമില്ല. താഴ്മയുള്ള മനുഷ്യൻ പറഞ്ഞു, എല്ലാം സ്വർഗത്തിൽ നിന്ന്, അല്ലേ? ഒരു കാര്യം പോലും സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരുത്തനും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സൗന്ദര്യം എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയ സമ്പന്നതയും വിദ്യാഭ്യാസവും വീടും എന്തു വേണേ പറഞ്ഞോ, ഇന്ന് രാവിലെ കഴിച്ച ഉപ്പുമാവും എല്ലാം എവിടെ നിന്ന് കിട്ടി? സ്വർഗത്തിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് വിശ്വാസികൾ സ്തോത്രം പറയുന്നവരായിരിക്കണം. എന്തിനും സ്തോത്രം, അല്ലേ? വാഴപ്പഴത്തിന് സ്തോത്രം പറഞ്ഞു ഇവിടെ ഇരുന്നവരെല്ലാം. ഏത്തപ്പഴം എല്ലാവരും വാങ്ങിച്ച് കഴിച്ചല്ലോ, സ്തോത്രം പറഞ്ഞോ? ചുമ്മാ അല്ലേ ഇവിടെ പലർക്കും വയറുവേദന, ഞാൻ ഉൾപ്പെടെ, അല്ലേ? സ്തോത്രം പറയണം.
ദൈവമാണ് ആ വാഴപ്പഴം പോലും നൽകിയത്, അല്ലേ? അതിനോട് ചേർത്ത് നമുക്ക് യാക്കോബിൻ്റെ 1:17 നോക്കിക്കേ. എല്ലാം നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ടതാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. പിതാവ് നൽകിയത് കൊണ്ടാണ് നമുക്ക് എന്തും ഉള്ളത്, അല്ലാതെ നമ്മുടെ മിടുക്കല്ല, അല്ലേ? ഇനി വേറൊരാൾക്ക് നമ്മളെക്കാളും കൂടുതലുണ്ട്, അത് പിതാവിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. പിതാവിന് തോന്നി അവർക്ക് കൊടുക്കണമെന്ന്, എനിക്ക് തരണ്ടെന്ന്. സ്തോത്രം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വേണ്ടതൊക്കെ പിതാവ് തരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ചോദ്യവും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒരു ഏറ്റുപറച്ചിൽ ഉളവാക്കണം, അല്ലേ? ലഭിച്ചതല്ലാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതിന് നമ്മുടെ മറുപടി എന്തായിരിക്കണം? ദൈവകൃപയാൽ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, അല്ലേ? അതും നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ കാണാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വചനത്തിൽ നിന്ന് തന്നെ കാണാം. 1 ദിനവൃത്താന്തം 29 അധ്യായം, 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 14 വാക്യം. ഇത് ശലോമോൻ്റെ പ്രാർത്ഥനയാണ്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, അല്ലേ? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ, അല്ലേ? ഇപ്പം ഞാൻ ഇങ്ങോട്ട് രാവിലെ വന്നു വെച്ചേ, ഈ വീടൊക്കെ വെച്ച് സാംരാജ് ബ്രദറിനൊന്നും കൊടുത്തില്ല. പുള്ളി അപ്പം ബൈബിൾ സ്റ്റഡി കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്താ ഇതുവഴി വന്നു വെച്ചാൽ ആ ഷോക്കേസിൽ ഇരിക്കുന്ന ഒരു പുസ്തകം എടുത്തിൻ്റെ കൈ വെച്ച്, ബ്രദറെ ഇത് വായിക്കണം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അയ്യോ എന്ത് നല്ലതല്ലേ, നാക്കിൽ ഒരു പുസ്തകം കൊടുത്തില്ല, അയ്യേ എന്ന് പറഞ്ഞ് ഞാൻ പുച്ഛിച്ച, അല്ലേ? ഇനി അഖിലാണിങ്ങനെ പുസ്തകം കൊടുത്തെന്ന് നോക്കാം. അപ്പം ഞാൻ വന്നിട്ട് പറയുകയാണ്, ഒരു പുസ്തകം കൊടുക്കണം, ഞാൻ ഒരു 10 പുസ്തകം അവിടെ നിന്ന് എടുത്ത് കൊടുക്കാം, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുത്തു, അല്ലേ? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയച്ച്, അയ്യോ ഇവർക്കൊന്നും കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവർ അകത്ത് ചായ ഉണ്ടാക്കാൻ പോയപ്പോൾ ആ ഷോക്കേസിൽ ഇരിക്കുന്ന ഒരു പൂച്ചയെ പിടിച്ച് അല്ലെങ്കിൽ ഒരു പാവയെ പിടിച്ച് പൊതിഞ്ഞങ്ങ് കൊടുത്താൽ, ഇതാണ് നമ്മൾ ദൈവത്തിന് ചെയ്യുന്നത്. ദൈവത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ദൈവത്തിന് ഇല്ലാത്തൊരു കാര്യം ഞാൻ കൊടുത്തെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്നിട്ട 100 രൂപ ഉണ്ടല്ലോ, ദൈവത്തിന് ഇല്ലായിരുന്നു, ഞാൻ കൊടുത്തപ്പോഴാണ് ദൈവത്തിന് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഈ 100 രൂപ ആരുടേതായിരുന്നു? എല്ലാത്തിൻ്റെയും ഉടമ ദൈവം തന്നെ. അപ്പോൾ പിന്നെ എന്തോന്നാ കൊടുത്തെന്ന് പറയുന്നത്? കൊടുത്തതെങ്ങനെയാ? നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. കാരണം അല്ലാതെ തരാൻ ഞങ്ങൾ എങ്ങനെ പ്രാപ്തരാകും? ഉണ്ടോ? ഇതാണ് യഥാർത്ഥ. ഇതെപ്പോഴാണ് പറഞ്ഞേ? 100 രൂപ കൊടുത്തപ്പോഴല്ല, അല്ലേ? പഴയ നിയമത്തിൽ ആലയം പണിഞ്ഞപ്പോഴാണ്. കോടികളൊക്കെ ചിലവാക്കി അവിടുന്ന് മറ്റേ ലെബനോനിൽ നിന്ന് തടിയും കൊണ്ടുവന്ന്, അല്ലേ, വലിയൊരു ആലയം പണിഞ്ഞപ്പോൾ പറയുന്നത്, കർത്താവ് ഇതൊക്കെ പണിയാൻ ഞങ്ങളായിരുന്നു, നീ തന്നെ ഇതെല്ലാം തന്നു, അല്ലേ? ദാവീദിൻ്റെ കാലത്തെല്ലാം അവൻ ഒരുക്കി വെച്ചാണ് മരിച്ചത്. ശലോമോനെല്ലാം കൂടെ ഇവിടെ ചെയ്യടേന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അപ്പോഴാണ് അതാണ്, അല്ലാതെ 100 രൂപ കൊടുത്തപ്പോഴല്ല ഈ പറഞ്ഞത് കേട്ടോ. വലിയ ആലയം പണി, കോടികളുടെ മെഗാ ചർച്ച് പണിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നിൻ്റെ കയ്യിൽ നിന്നെടുത്ത് നിനക്ക് തന്നതേ ഉള്ളെന്ന്, അല്ലേ? അത് തന്നെയാണ് റോമാലേഖനം 11:35 നമ്മൾ കാണുന്നത്. ഇത് സംഭവകഥയാണ്, ചരിത്ര സംഭവമാണ്. ഇതിൻ്റെ ഉപദേശ തത്വം നമ്മൾ റോമർ 11:35 പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. അവന് മന്ത്രിയായിരിക്കുന്നവൻ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? കർത്താവിന് ഇതിനു മുമ്പ് 100 രൂപ ഇല്ലായിരുന്നല്ലോ, ഞാൻ 100 രൂപ തരികയാണെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് 100 രൂപ തന്നില്ലേ, എന്നാൽ പിന്നെ പ്രതിഫലം പിടിച്ചോ എന്ന് പറയാൻ ആർക്ക് കഴിയും, അല്ലേ? ആ കർത്താവ് ഞാൻ 100 രൂപ നേരത്തെ തന്നല്ലോ, എനിക്കൊരു റീപേയ്മെൻറ്റ് വേണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇല്ല. കാരണം എന്താണ്? സകലത്തിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവം തന്നെയാണ്. അപ്പോൾ നിനക്ക് ലഭിച്ചല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മറുപടി ആയിരിക്കണം, എല്ലാം ദൈവകൃപയാൽ. എന്നാൽ നെഗളി എങ്ങനെ സംസാരിക്കുന്നതെന്നറിയാമോ? ദാനിയേലിൻ്റെ പുസ്തകം 4:30 നെഗളിയുടെ സംസാരവും കൂടെ നമുക്ക് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്തൊന്ന് വായിക്കാം. നെഗളി നമ്മുടെ ശലോമോൻ ആലയം പണിഞ്ഞപ്പം അങ്ങനെ പറഞ്ഞു. നെബൂഖദ്നേസർ ആലയം, അവൻ്റെ ആലയമല്ല, അവൻ്റെ പട്ടണം പണിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, ഇതു ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഇവിടെ എത്ര ഞാനും ഉണ്ട്, എത്ര എൻ്റെ ഉണ്ട്, അല്ലേ? ഞാനാണ് പണിഞ്ഞത്, എൻ്റെ പണം കൊണ്ടാണ് പണിഞ്ഞത്, എൻ്റെ പ്രതാപത്തിന് വേണ്ടിയാണ് പണിഞ്ഞത്, അല്ലേ? ഇതുപോലൊരു മഹതിയാം പട്ടണം വേറെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. അടുത്ത നിമിഷം എന്താ സംഭവിച്ചത്? ദൈവം
ദൈവം ശിക്ഷ നടപ്പാക്കി. അപ്പോൾ കണ്ടോ, നെഗളി അതാ പറയുന്നത്. നമ്മളാരും ഇതുപോലെ വാതുറന്നൊന്നും പറയത്തില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ പറയും, ഉള്ളിൻ്റെ ഉള്ളിൽ നെഗളിക്കും. അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് ലഭിച്ചതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഉത്തരം ദൈവകൃപയാൽ മാത്രം, അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം തന്നെ, 1 കൊരിന്ത്യർ 4:7 മൂന്നാമത്തെ ചോദ്യം. ഇതാണ് ചിന്തിക്കേണ്ട ചോദ്യം. ലഭിച്ചതെങ്കിലോ? എല്ലാം ലഭിച്ചതാണല്ലോ, പിന്നെന്താ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത്, അല്ലേ? നമ്മുടെ സംസാരവും നമ്മുടെ മട്ടും നമ്മുടെ ഭാവവും പലപ്പോഴും ലഭിച്ചതല്ല കർത്താവെ, ഞാൻ ഉളവാക്കിയെടുത്തതാണ് എന്ന രീതിയിൽ പ്രശംസിക്കുക. ഈ പ്രശംസ എന്നുള്ള വാക്ക് മൂലഭാഷയിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം തല പൊക്കുക, അല്ലേ? മലയാളത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ആയിരുന്നു, എന്തിനാ തല പൊക്കുന്നത് എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഈ പ്രശംസ എന്നൊക്കെ പറയുമ്പം പിള്ളേർക്കൊക്കെ ഇടാൻ കൂട്ടി നല്ല പേര് പ്രശംസ, പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പേര്. അല്ലാതെ പ്രശംസ എന്ന് പറയുമ്പോൾ അയ്യേന്ന് നമ്മളാരും പറയാറില്ല, അല്ലേ? എന്തുകൊണ്ടാണ് തല പൊക്കുന്നത്? നമ്മൾ പലപ്പോഴും തല പൊക്കും, കോളർ പൊക്കും, അല്ലേ? നെഗളിക്കും, ഞെളിയും. എന്താ കാരണം? ആ നിമിഷം മറന്നുപോയി ഇതെല്ലാം ലഭിച്ചതാ കേട്ടോ, നമ്മൾ വെറും പാപ്പരാണ്, നമുക്കാരോ തന്നതാണെന്നുള്ളത് മറന്നു, അല്ലേ? എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടൊരു ചോദ്യമാണ്, നിന്നെ വ്യത്യസ്തനാക്കുന്നവൻ ദൈവമാണ്, നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം ദൈവം നൽകിയതാണല്ല, നീ ഉളവാക്കിയതൊന്നുമല്ല, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് തല പൊക്കുന്നു? എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ വിലപ്പോകുന്ന ഒരു ഉത്തരം. പിന്നെന്താ കർത്താവ് തലപൊക്കിയെന്നറിയാവോ? ബിക്കോസ്. പിന്നെ പറയാൻ ഒന്നുമില്ല. ഈ നമ്മുടെ അഹങ്കാരം നമ്മൾ വായിക്കൂടെ പറഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പം ചളിപ്പ് തോന്നും. അയ്യേ, ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കാൻ കൊള്ളാം പല നുണകളും, പക്ഷേ പുറത്ത് പറഞ്ഞാൽ അയ്യേന്ന് തോന്നും, അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീമ്പ് പറച്ചിൽ? ഇതേ വാക്ക് മലയാളം ബൈബിളിൽ വേറെ ചിലയിടത്തൊക്കെ തർജ്ജമ ചെയ്തിരിക്കുന്നത് വീമ്പ് പറച്ചിലായിട്ടാണ്. ബോസ്റ്റിംഗ്, അല്ലേ? പൊങ്ങച്ചമടി. നിങ്ങളൊക്കെ പൊങ്ങച്ചമടിക്കാറുണ്ടോ? അത് പല രീതിയിൽ വാക്കായിട്ട് വരണമെന്നൊന്നുമില്ല, നമ്മുടെ മനോഭാവം മതി. അതിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിശ്വാസികൾ, കാരണം നമ്മളെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ദൈവകൃപയുടെ സുവിശേഷം പറയുന്നവരാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവന് ദൈവകൃപയെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അറിവില്ലായ്മയൊക്കെ ഒരു കൂടുതൽ. നമ്മളെല്ലാം രക്ഷിക്കപ്പെടാൻ പ്രവൃത്തി പോരാ, കൃപ എന്നൊക്കെ പറയുന്നവരാണ് നമ്മൾ. എന്നിട്ട് അഹങ്കാരത്തിൽ നടന്നാൽ അതുപോലൊരു വൈരുദ്ധ്യം വേറെയില്ല. നമ്മുടെ സുവിശേഷം എന്തുമായി? അസംബന്ധമായി, ഒരു സംബന്ധവും ഇല്ല, അല്ലേ? പൊട്ടത്തരമായി. നമ്മളെന്താ പറയുന്നത്? താഴ്മയുണ്ടെങ്കിലേ രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിഗളിച്ചുകൊണ്ട് നടക്കുകയാണ്, നമ്മുടെ താഴ്മയിൽ നിഗളിച്ചുകൊണ്ട് നടക്കുക. നമ്മളെപ്പോലെ താഴ്മയുള്ളവർ വേറെ ആരുണ്ട് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി, അസംബന്ധമായി പോകുന്നു. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ച് അഹങ്കാരം ഒട്ടും ഭൂഷണമല്ല, ഒട്ടും ചേർന്ന് പോകുന്നതല്ല, അല്ലേ? ഇപ്പോൾ സൺഡേ രാവിലെ ഞാൻ ആരാധനയ്ക്ക് ഇവിടെ വരും, ബ്രദറെ വൈകുന്നേരം ഒരു മീറ്റിംഗ്, വൈകുന്നേരം പറ്റത്തില്ല, ഞാൻ അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകും. അതങ്ങനെ ചേർന്ന് പോകും, കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും അസംബന്ധം. പക്ഷെ ബ്രദറെ അഹങ്കാരം, അത് കുഴപ്പമൊന്നുമില്ല, ആരാധിച്ചിട്ടും അഹങ്കരിക്കാം, ആരാധനയിലും അഹങ്കരിക്കാം. കണ്ടോ, നമുക്ക് അഹങ്കാരം അസംബന്ധമല്ല ഇപ്പോഴും. എന്നാണ് ദൈവകൃപ വിശ്വസിക്കുന്നവർക്ക് അഹങ്കാരം ഒട്ടും ചേർന്ന് പോകുന്നതല്ല. ഈ നേരത്തെ പറഞ്ഞു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ പോലെ ചേർന്ന് പോകുന്നതല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അല്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്, നമ്മൾ ക്രൂശിക്കണം. നമ്മൾ വാചാലരായിട്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നല്ല പറയേണ്ടത്, നമ്മൾ ക്രൂശിക്കണം. അപ്പോൾ നമുക്ക് കത്രിമേശയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ നീങ്ങട്ടെ. 3 പ്രായോഗിക ഉപയോഗങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ 3 ചോദ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. നിന്നെ വിശിഷ്ടനാക്കുന്നവൻ ആരാകുന്നു? ദൈവമാകുന്നു. നിനക്ക് എല്ലാം ലഭിച്ചതല്ലേ ദൈവകൃപയാൽ? ലഭിച്ചതെങ്കിൽ അഹങ്കാരം പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? ഈ 3 ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊന്ന് മുന്നോട്ട് നീങ്ങാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളെ സംബന്ധിച്ച്, ലോകക്കാർ പോട്ടെ, വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ വചനപ്രകാരം താഴ്മയ്ക്ക് നിർവചനമുള്ളവരായിരിക്കണം. എന്താണ് താഴ്മയെന്ന് ചോദിച്ചാൽ,
അതിൻ്റെ നിർവചനം, അതിൻ്റെ ഉത്തരം വചനപ്രകാരം തന്നെ ആയിരിക്കണം. എന്താ വചനപ്രകാരം താഴ്മ? ഇപ്പോൾ ലോകക്കാരും താഴ്മയെക്കുറിച്ചൊക്കെ പറയും. ഞാൻ പണ്ടൊരിക്കൽ ഒരു അഭിമുഖം TV കണ്ടു. ഈ കൂറ കോമഡിയൊക്കെ നടത്തുന്ന ഒരു അഭിനേതാവ് ഇരുന്ന് പറയുകയാണ് താഴ്മ വേണമെന്ന്, അഭിനേതാവായ താഴ്മ വേണമെന്ന്. പുള്ളി എന്താ ഉദ്ദേശിച്ച താഴ്മ? അത് ലോകത്തൊക്കെ പറയുന്നത് അല്ലേ. HR മാനേജേഴ്സ് താഴ്മ പഠിപ്പിക്കും. കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ കമ്പനിയിൽ കാണുമായിരിക്കും അല്ലേ. ഞാനൊരിക്കൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ താഴ്മയായിരുന്നു വിഷയം. അപ്പോൾ അവർ പറയുന്ന താഴ്മ എന്താണ്? ദൈവമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവർ പറയുന്നത് നിനക്ക് മാസ്റ്റേഴ്സ് ഉണ്ടല്ലേ, ഇവിടെ ഇപ്പുറത്ത് PhD കാരൻ ഇരിപ്പുണ്ടാവും, നീ താഴ്മയോടെ ഇരിക്കണം. നിന്നെക്കാളും കൂടുതൽ പഠിച്ചവൻ്റെ മുമ്പിൽ നീ മിണ്ടാതിരിക്കണം. അതാണ് താഴ്മ. അതായത് എന്നെക്കാളും കൂടിയൊരു അഹങ്കാരിയെ കാണുമ്പോൾ എൻ്റെ അഹങ്കാരം ഞാൻ പുറത്ത് പറയരുത്, അത്രയേ ഉള്ളൂ. അത് മനുഷ്യർ തമ്മിൽ താരതമ്യം ചെയ്ത് കാട്ടിക്കൂട്ടുന്ന എന്തോ സർക്കസ്. എന്നാൽ ദൈവവചന പ്രകാരം എന്താണ് താഴ്മ? ശരിക്കും ദൈവമാരാണെന്നും അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആരാണെന്നുമുള്ള പരിജ്ഞാനത്തിൽ നിന്നുളവാകുന്നതായിരിക്കണം താഴ്മ, അല്ലേ. എൻ്റെ ദൈവം ആരാകുന്നു? എല്ലാമാണ്. ഞാൻ ആരാകുന്നു? ഞാൻ ഒന്നുമല്ല, അല്ലേ. നേരത്തെ പൗലോസ് പറഞ്ഞു ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. അപ്പോൾ കൃപ രുചിച്ചറിഞ്ഞവനെ താഴ്മയുണ്ടാകത്തുള്ളൂ, അല്ലേ. അപ്പോൾ എന്താ താഴ്മയെന്നറിയാമോ? കൃപ രുചിച്ചറിഞ്ഞൊരു വ്യക്തി സകലത്തിനും ദൈവത്തിനും അവൻ്റെ കൃപയ്ക്കും മഹത്വം കൊടുക്കുന്നതാണ് താഴ്മ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മഹത്വം കൊടുക്കുന്നതാണ് താഴ്മ എന്ന്? എപ്പോഴും ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അത് താഴ്മയാകും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മുമ്പിൽ കുറച്ച് മിണ്ടാതിരിക്കണം, കുറച്ച് സൗമ്യത കാണിക്കണം, പിന്നെ ഒന്ന് കുനിഞ്ഞിരിക്കണം, അല്ലേ. ഇങ്ങനെ നിവർന്നൊക്കെ നിന്ന താഴ്മയായിട്ട് നമ്മൾ ഈ മുഴുവൻ അഭിനയം പഠിച്ചു വെച്ചിരിക്കുക താഴ്മ. അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എന്താണ് താഴ്മ? എല്ലാ വിഷയത്തിലും അർഹിക്കുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കുക, അത്രയേ ഉള്ളൂ, അല്ലേ. ഞാൻ ആരാണെന്നുള്ള ഉത്തമമായ ബോധ്യം നിമിത്തം എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ താഴ്മയുള്ളവൻ. അതാണ് ശരിക്കും ദൈവത്തെ ആരാധിക്കണം. ഈ പാട്ട് പാടുമ്പോൾ ആരാധനയല്ല, എപ്പോഴും വീട്ടിലും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ച് നടക്കുന്നവർ താഴ്മയുള്ളവരായി, ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്നവർ താഴ്മയുള്ളവരായിരിക്കും. അപ്പോൾ താഴ്മ എങ്ങനെ വളരും? ഭക്തനാകണം, അല്ലേ. എനിക്ക് എല്ലാം ദൈവമാണ് നൽകിയതെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ദൈവത്തെ എപ്പോഴും മഹത്വീകരിച്ച് അവൻ്റെ മഹത്വം ഒരിക്കലും അടിച്ചു മാറ്റി ഞാനും കൂടെ ഒന്ന് തലപൊക്കട്ടെ എന്ന് ചിന്തിക്കാത്തവൻ താഴ്മയുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ദൈവമായിട്ട് ബന്ധമില്ലാതെ താഴ്മ കാണത്തില്ല, അല്ലേ. ഒരു വാക്യം നമുക്ക് വായിക്കാം. 115-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. എല്ലാ മഹത്വവും നിന്റെ നാമത്തിന് തന്നെ ഇരിക്കട്ടെ, നിന്റെ നാമത്തിന് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്കൊരു മഹത്വവും വേണ്ട എന്ന് ഒരു താഴ്മയുള്ള വ്യക്തി പറയണം. പക്ഷെ എന്താ കാരണം? ഈ വ്യക്തി എന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എനിക്ക് തരല്ലേ മഹത്വം. കാരണം എന്താ? നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം. ഈ ദയയും വിശ്വസ്തതയും ഈ വ്യക്തി എങ്ങനെ അറിഞ്ഞു? രുചിച്ചറിഞ്ഞു. ദൈവകൃപ രുചിച്ചറിഞ്ഞ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണ് എനിക്കൊരു മഹത്വം വേണ്ട, എനിക്ക് തരല്ലേ, ദൈവം എടുക്കണം മഹത്വം, അല്ലേ. നമ്മൾ പറയും ദൈവനാമ മഹത്വത്തിനായിട്ടെല്ലാം സംഭവിക്കട്ടെ, ആമേൻ, അല്ലേ. അതൊരു പറച്ചിലാകരുത്. ദൈവകൃപ രുചിച്ചറിഞ്ഞത് കൊണ്ടുള്ള ശരിയായ ഹൃദയത്തിൻ്റെ പ്രതികരണമായിരിക്കണം. അയ്യോ ഇത്രയും വലിയ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ എടുക്കത്തില്ല, അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഒരു വ്യക്തി 100 കോടി രൂപ തന്നു, നിങ്ങൾ നാളെ പോലും പറഞ്ഞോട്ട് പോകും ഞാൻ ആ 100 കോടി ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരോടും പറയത്തില്ലേ ഇതാണ്ട് എന്നോട് ഇത്ര മനസ്സലിവ് കാണിച്ചൊരു വ്യക്തി ഉണ്ടെന്ന്, അല്ലേ. ഒരു തരിയെങ്കിലും അത് അടിച്ചു മാറ്റാൻ നോക്കൂ ആ മഹത്വം? ഇല്ല, അല്ലേ. അതുപോലെയാണ് ദൈവം, ഇത്ര നമ്മളോട് കടാക്ഷിച്ച ദൈവം, അല്ലേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ എങ്ങനെയെങ്കിലും അപഹരിക്കാൻ നോക്കുമോ? ഇല്ല, നമ്മൾ കരയും, ദൈവമേ ഞങ്ങൾക്കല്ല, യഹോവ ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. കേട്ടോ, ഇതാണ് താഴ്മയുള്ള ഹൃദയം. പക്ഷെ എങ്ങനെ വന്നു? ദൈവകൃപ രുചിച്ചറിഞ്ഞപ്പോൾ വന്നു. ഇനി രണ്ടാമതായിട്ട്, ഒന്നാമത് പറഞ്ഞു തുടങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയമാണ് അഹങ്കാരം. നിങ്ങളിപ്പോൾ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു പിശാച് നിങ്ങളുടെ വീട്ടിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഇരുന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങുമോ? ഇല്ല, നമ്മൾ ഉണരും. എന്നാൽ ഞാൻ പറയുകയാണ്, ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം വന്നിട്ട് നിങ്ങൾ ഇച്ചിരി നെകളിക്കും. അത് കുഴപ്പമില്ല ബ്രദറെ, അല്ലേ. നമ്മളിങ്ങനെയാണ്, നമുക്കൊരു കൂസലുമില്ല നെകളം.
എന്ന വചനപ്രകാരം ഒന്ന് ചിന്തിച്ചേ. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 5-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. സദൃശ്യം 16:5 നോക്കിക്കേ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. എന്താ ഈ ഗർവം? നമുക്ക് പലപ്പോഴും മലയാളം അറിഞ്ഞൂടല്ലേ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഗർവം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിഗളമുള്ളവൻ അല്ലേ. അതാണ് അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്, പ്രൗഡ് ഇൻ ഹാർട്ട്. ഹൃദയത്തിനകത്ത് അഹങ്കാരമുള്ളവൻ കർത്താവിന് അനിഷ്ടം എന്നല്ല, വെറുപ്പ് എന്നുള്ളതാണ് ആ വാക്ക്. കേട്ടോ, അബോമിനേഷൻ ഇംഗ്ലീഷിൽ. വെറുപ്പ്. ഈ അബോമിനേഷൻ അതിൻ്റെ എബ്രായ പദം ബൈബിളിൽ ആദ്യമായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദൈവത്തിന് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 18:22. അതൊന്ന് വായിക്കണം. ലേവ്യ പുസ്തകം 18:22. അവിടെയാണ് ഈ പറഞ്ഞ വെറുപ്പ് എന്നുള്ള ആ എബ്രായ പദം മനുഷ്യരുമായിട്ട് ദൈവത്തിൻ്റെ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത അല്ലേ. അതെന്താണ്? മ്ലേച്ഛതയാണ്. ദൈവത്തിന് മ്ലേച്ഛതയാണ്. ഇതാണ് സ്വവർഗരതി അല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ സ്വവർഗരതിയും അഹങ്കാരവും ഒരുപോലെ മ്ലേച്ഛതയാണോ? സ്വവർഗരതി അയ്യച്ഛം, അഹങ്കാരം അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇച്ചിരിയൊക്കെ കോളർ, ദൈവനാമ മഹത്വത്തിനാന്നൊക്കെ ഒരു പാട്ടും പാടിയിട്ട് അങ്ങ് കോളർ പൊക്കിയാൽ ഒരു കുഴപ്പമില്ല. കണ്ടോ, ഇത് രണ്ടും കണ്ടോ, രണ്ടും മ്ലേച്ഛതയാണ്, രണ്ടും ദൈവത്തിന് വെറുപ്പാണ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്വവർഗരതിയുടെ പേരിൽ ദൈവം എവിടെങ്കിലും ശിക്ഷ നടത്തിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ഉൽപ്പത്തിയിൽ സോദോമിനെ ദൈവം എന്ത് ചെയ്തു? ചുട്ടുകളഞ്ഞു. ഈ അഹങ്കാരത്തിൻ്റെ പേരിൽ ആരെങ്കിലും ദൈവം ചുട്ടുകളഞ്ഞിട്ടുണ്ടോ? അല്ലേ. നമുക്കതിലേക്ക് കടന്നു വരാം. യെരമ്യാവിൻ്റെ ലേഖനം 48-ാം അധ്യായം. യെരമ്യാവിൻ്റെ ലേഖനമല്ല, യെരമ്യാവിൻ്റെ പുസ്തകം, പ്രവാചക പുസ്തകം 48:29 നോക്കിക്കേ. അവിടെ കുറച്ച് മലയാളം പഠിപ്പിക്കാനുമുണ്ട്. ഇതുപോലൊരു വാക്യം വേറെയില്ല കേട്ടോ. ഈ അഹങ്കാരത്തിൻ്റെ പേരെല്ലാം എടുത്ത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പര്യായ പദങ്ങളൊക്കെ ഇങ്ങ് പോരട്ടെ. അന്ന് പഠിച്ച പര്യായ പദങ്ങളെല്ലാം ഇതിലുണ്ട്. നോക്കിയേ. മോവാബ് മഹാഗർവി, അവൻ്റെ ഗർവത്തെയും അഹമ്മദിയെയും ഡംബത്തെയും നികളത്തെയും ഉന്നതഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു അഹങ്കാരി വേറെ ഇല്ലെന്ന് അല്ലേ. എന്താണ് ഗർവം? ഗർവം എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തുള്ള, അതായത് കവിഞ്ഞ ഈ ആത്മപ്രശംസ. വെറും അഹങ്കാരമല്ല, എക്സസീവ് പ്രൈഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അതായത് കവിഞ്ഞൊഴുകുന്ന അഹങ്കാരം. എല്ലാവർക്കും അഹങ്കാരമുണ്ട്, പിന്നെ ഇതുപോലൊരു അഹങ്കാരി വേറെ ഇല്ല. അതാണ് ഗർവം അല്ലേ. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന അഹമ്മതി, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ അല്ലേ. എന്താണ് അഹം? അഹം സംസ്കൃതത്തിൽ ഞാൻ, മതി ബുദ്ധിയാണ്, ബുദ്ധി, മനസ്സ്, ബുദ്ധി. അഹമ്മതി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയകേന്ദ്രീകൃതമായ മനസ്സ്. ഞാനും ഞാനും പിന്നെ ഞാനും അല്ലേ. അങ്ങനെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട് അങ്ങനെ, ഞാനും പിന്നെ ഞാനും, വേറെ ആരുമില്ല അല്ലേ. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? പിന്നെ ഞാനും. എല്ലാം എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ഇന്ന് ആരാധനയ്ക്ക് പോയാൽ വല്ല ഗുണമുണ്ടോ? ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഗുണമുണ്ട്. അടുത്ത ആഴ്ച പ്രസംഗിക്കുന്നില്ല, അപ്പോൾ പിന്നെ വീട്ടിൽ കിടന്നുറങ്ങാം. ഇന്ന് ഞാൻ ചിന്തിച്ച അഹമ്മതി അല്ലേ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ പോകാം അല്ലേ. ഡംബം പഴയ മലയാളം അല്ലെങ്കിൽ ഇച്ചിരി സാഹിത്യ മലയാളത്തിൽ അഹങ്കാരം എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് നിഗളം എന്ന് പറയുമ്പോൾ അഹങ്കാരം പുറത്തിറങ്ങി ഞെളിയാൻ തുടങ്ങി. എറഗൻസ്, വാക്കിൽ, നടപ്പിൽ, നോട്ടത്തിൽ ഒക്കെ പുറത്തു വരും. ഇത് ഹൃദയത്തിലായിരുന്നു ഇത്ര നേരം, ഇത് പുറത്തു വരാൻ തുടങ്ങി അല്ലേ. പിന്നുള്ളത് സാധാരണ മലയാളം, ഉന്നത ഭാവം. നമ്മുടെ മേന്മകൾ മാത്രം ചിന്തിച്ച് നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ കൂടിയവരാണ് എന്നൊരു ഭാവം വരിക അല്ലേ. മാനസികാവസ്ഥ, ഞാൻ നിങ്ങളെപ്പോലൊന്നുമല്ല എന്നുള്ളൊരു ചിന്ത അല്ലേ. ഇതെല്ലാം ആർക്കുണ്ടായിരുന്നു? മോവാബിനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വചനം അറിയാമെങ്കിൽ അറിയാം, മോവാബിനെ ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്കറിയാം അല്ലേ? അത് വായിക്കണമെങ്കിൽ നമ്മൾ പ്രവാചക പുസ്തകത്തിൽ ഇനിയും നോക്കേണ്ടതുണ്ട്. സെഫന്യാവിൻ്റെ പുസ്തകം 2:8 വായിക്കാം. സെഫന്യ 2:8 വായിച്ചേ. മോവാബിൻ്റെ ധിക്കാരവും അമോന്യർ എൻ്റെ ജനത്തെ നിന്ദിച്ചതും അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആവിത്, എന്നാണ് മോവാബ് സോദോം പോലെയും അമോന്യർ ഗമോറ പോലെയും. ഇവിടെ പറഞ്ഞു കണ്ടല്ലോ, മോവാബ്
സോദോമിനെ പോലായിരിക്കുന്നു. ഇനി ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, മോവാബിനെ ഞാൻ സോദോമായിട്ട് കാണുന്നു. അടുത്തത് ആമോസിൻ്റെ പുസ്തകം 2:2, ഞാൻ മോവാബിലൊരു തീ അയക്കും. അപ്പോൾ സോദോം എന്തായിരുന്നു? സ്വവർഗരതി കാരണം ദൈവം തീ അയക്കപ്പെട്ട് അഗ്നിക്കിരയായി. ഈ ഡംബവും അഹങ്കാരവും അഹമ്മദിയൊക്കെ ഉള്ള മോവാബിനെ കുറിച്ചും ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? സോദോമിനെ പോലെ തന്നെ ഞാൻ തീ അയക്കും. ഇതാണ് നമ്മൾ സദൃശവാക്യങ്ങളും ലേവ്യ പുസ്തകത്തിൽ നിന്നും കണ്ടത്. ദൈവത്തിന് ഹൃദയത്തിൽ ഗർവമുള്ളവനും സ്വവർഗരതിക്കാരനും ഒരുപോലെ വെറുപ്പ്. ഇപ്പം നമുക്കാർക്കും പറയാൻ പറ്റില്ല സോദോമിനെ ദൈവം ചുട്ടു, ഗർവമുള്ളവനെ ഇതുവരെ ചുട്ടിട്ടില്ല. ചുട്ടിട്ടുണ്ട് ചരിത്രത്തിൽ, മോവാബ് അല്ലേ. ഇനി സോദോമിനെയും ചുട്ടത് എന്താണെന്നറിയാവോ? യെഹെസ്കേൽ 16:49 യെഹെസ്കേൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്താണ് സോദോമിൻ്റെ അകൃത്യം അല്ലേ. സോദോമിൻ്റെ അകൃത്യമോ സ്വവർഗരതി എന്നാണോ? ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഗർവം. പിന്നെന്താണ്? തീൻ പുളപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അടിച്ച് പൊളിച്ചപ്പം ഇങ്ങനെ തിന്നുക, പിന്നെ കുടിക്കുക, പിന്നെ ഉറങ്ങുക അല്ലേ. പിന്നെന്താണ്? നിർഭയ സ്വൈരം. ഒരു പ്രശ്നം, എത്ര പാപം ചെയ്തിട്ടും ദൈവം ശിക്ഷിക്കുന്നില്ല. എന്ത് സുഖമാണെന്നറിയാം. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനത്തെ ചിലർ. തിന്നുന്നു, കുടിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു, പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു. ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിലില്ല. എന്താണ്? ദൈവം വലിയ തീ അയക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ചെറിയ അടിയൊന്നും കൊടുത്ത അവനെ കൊല്ലാൻ വെച്ചിരിക്കുക അല്ലേ. അതാണ്. അതെല്ലാം കാരണമാണ് എന്ത് പറ്റിയത്? അവർക്ക് ദൈവസന്നിധിയിൽ അകൃത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കണ്ടോ, ആദ്യം പറഞ്ഞത് ഗർവം. സോദോമിനെയും ചുട്ട് കളഞ്ഞത് എന്താ കാരണം? ഗർവം. അപ്പോൾ കണ്ടോ, ഇത്രയും വാക്യങ്ങൾ നമ്മൾ കണ്ടു. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് അഹങ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വാക്യം, സദൃശ്യവാക്യങ്ങൾ 8:13. നമുക്കൊന്നുകൂടെ കേൾക്കാം. കഴിഞ്ഞ ആഴ്ചയും നമ്മളിത് കേട്ടു. എന്താ യഹോവ ഭയം? ദോഷത്തെ വെറുക്കുന്നതാകുന്നു. എന്താ ദോഷം? അത് മറ്റേ സിനിമ കാണരുത്, അതൊക്കെയാണ് അവിടെ പറഞ്ഞത്. എന്താ ദോഷം? ഡംബം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഒന്നാമത് പകയ്ക്കേണ്ട എന്താണ്? ഡംബം. ഡംബം എന്താ? അഹങ്കാരം അല്ലേ. അഹങ്കാരം, ഡംബം, അഹങ്കാരം. നിങ്ങൾ അഹങ്കാരം പകയ്ക്കുന്നുണ്ടോ? വെറുക്കുന്നുണ്ടോ? ദൈവം വെറുക്കുന്നു നമ്മൾ വായിച്ചു. ഹൃദയത്തിൽ ഗർവമുള്ളവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പ്. നിങ്ങൾ വെറുക്കുന്നുണ്ടോ? അപ്പം യഹോവ ഭയമുള്ളവൻ യഹോവ വെറുക്കുന്നതെല്ലാം അവനും വെറുക്കും. എന്താ വെറുക്കണ്ടേ? അഹങ്കാരം വെറുക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു താഴ്മ. വചനപ്രകാരം നമ്മൾ നിർവചിക്കണം. ദൈവകൃപ രുചിച്ചറിയുന്നവനാണ് താഴ്മ കാണിക്കാൻ പറ്റുന്നത്. ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നവൻ താഴ്മയുള്ളവനായിരിക്കും. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും പോരാടേണ്ടതും ക്രൂശിക്കപ്പെടേണ്ടതും എന്താണ്? നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരം. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മൾ കണ്ടല്ലോ, 1 കൊരിന്ത്യർ 4:7. ഈ 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കണം, എങ്ങനെ ബ്രദറെ നമുക്ക് താഴ്മയിൽ നടക്കാൻ പറ്റുന്നേ? പൗലോസിൻ്റെ 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ ഇവനേക്കാളും കൂടിയവനാണെന്ന് തോന്നുമ്പോൾ ചോദ്യം ചോദിക്കുക, നിന്നെ അവനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നവൻ ആർ? നീയാണോ? അല്ല, ദൈവം. നിനക്ക് എന്തോ ഉള്ളത്? എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് പഠിപ്പുണ്ട്. അതെവിടുന്ന്? നിനക്ക് കിട്ടിയതാണോ? നീ ഉണ്ടാക്കിയതാണോ? ലഭിച്ചതാണോ? അതെ, ലഭിച്ചതാണ്. പിന്നെ തലപൊക്കരുത്. ലഭിച്ചതല്ലേ തലപൊക്കിക്കോ. ലഭിച്ചതാണെങ്കിൽ ദൈവകൃപയുടെ വെളിച്ചത്തിൽ ഒരു ആത്മപ്രശംസയും പാടില്ല. എന്ത് ചെയ്യണം? സകല മഹത്വവും ദൈവത്തിന് തന്നെ കൊടുക്കണം. ഈ പ്രശംസ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തന്നെ ഗലാത്യർ 6:14 അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിടത്തു മാത്രമേ പ്രശംസിക്കത്തുള്ളൂ. എൻ്റെ വീമ്പ് പറച്ചൽ ഒരിടത്ത് മാത്രമായിരിക്കും. ഗലാത്യർ 6:14 നോക്കിക്കേ. ഞാൻ ഒരിടത്ത് മാത്രമേ പ്രശംസിക്കത്തുള്ളൂ, എനിക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവും അവൻ്റെ ക്രൂശിൽ. അവിടെ പ്രശംസിച്ച ഒരു കുഴപ്പമില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, സ്വയമഹത്വം എടുക്കരുത് അല്ലേ. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭൂഷണമായത്. അവസാനം ഒരു വാക്യം വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സമയം ഏതാണ്ടായി. കൊലോസ്യ ലേഖനം 3:12 വായിക്കാം. കൊലോസ്യ ലേഖനം 3:12. നമ്മളെല്ലാം പറയുകയാണ് നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മളെപ്പോലെ വിശ്വാസികൾ വേറെ ആരുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരികയാണെങ്കിൽ ഈ വാക്യം ഓർക്കുക. ദൈവത്തിൻ്റെ വൃതന്മാരെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മളെ തിരഞ്ഞെടുത്ത ദൈവം, അപ്പുറത്തവനെ തിരഞ്ഞെടുത്തില്ല എന്നൊക്കെ നമുക്ക് നിഗളം വരുന്നെങ്കിൽ ചിന്തിക്കുക. ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി
അപ്പോൾ പ്രിയന്മാരും ഒക്കെ ആണെങ്കിൽ എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊള്ളുക. അത് പിന്നെയുണ്ട് ആ വാക്യം. അപ്പം നമ്മൾ വിശ്വാസികളാണ്, മറ്റേ അപ്പുറത്തെ കത്തോലിക്കൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിഗളിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ദൈവകൃപ അനുഭവിച്ചവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? മനസ്സലിവും ദയയും. ഇതാണ് നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. വിശ്വാസത്താലാണ് നീതീകരണമെങ്കിൽ, പ്രവൃത്തികളാൽ അല്ലെങ്കിൽ എന്തോ വരണം നമ്മുടെ ജീവിതത്തിൽ? താഴ്മ. നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? താഴ്മയുടെ ഹൃദയമുണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ദൈവകൃപ ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാം വ്യക്തിപരമായി ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ദൈവകൃപ ആലോചിക്കുക. നിങ്ങൾ എവിടെ ആയിരുന്നു? ഏതവസ്ഥയിലായിരുന്നു? എങ്ങനെ നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ ആരാധിക്കാനായിട്ടിരിക്കുന്നു? ദൈവം കൊണ്ടുവന്ന നിങ്ങളുടെ ആ യാത്ര ഒന്ന് ചിന്തിച്ചേ. ഈ അഴൂർ പഞ്ചായത്തിൽ എത്രയോ പേരുണ്ട്, അവരൊന്നും ഇവിടെ ഇരിപ്പില്ല, നമ്മളിവിടെ ഇരിക്കുന്നു. അതിന് കാരണം ആരാണ്? ആരാണ് നമ്മളെ വ്യത്യസ്തരാക്കിയത്? ആരാണ് നമുക്ക് ഈ വിശ്വാസം പകർന്നു തന്നത്? ആരാണ് നമ്മളെ ദൈവവചനം അറിയുവാൻ പ്രാപ്തരാക്കിയത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം നമുക്ക് ചിന്തിക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബമാകട്ടെ, നമ്മുടെ ബന്ധുക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ വസ്തുവകകളാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, വചനത്തിൽ നൽകിയിരിക്കുന്ന പരിജ്ഞാനമാകട്ടെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചുറ്റുമുള്ള കൂട്ടു സഹോദരങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും, നമ്മുടെ ശരീരങ്ങളുടെ ആരോഗ്യമാകട്ടെ, എല്ലാം 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 നമ്മൾ ലഭിച്ചതാണ്, നമുക്ക് ലഭിച്ചതാണ്, ദൈവം പകർന്നു തന്നതാണ്. അങ്ങനെയെങ്കിൽ തല പൊക്കുവാൻ, പ്രശംസിക്കുവാൻ, ആത്മപ്രശംസ എടുക്കുവാൻ, അഹങ്കാരവും അഹമ്മതിയും കാണിക്കുവാൻ നമുക്ക് ഒരു വകയുമില്ല. അത് മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഞങ്ങളാകുന്നത് ദൈവകൃപയാലാകുന്നു കർത്താവേ. ഞങ്ങൾ ഒരു രീതിയിലും പ്രാപ്തരല്ല. നീ നൽകിയ ജീവിതമാണിത്, നീ നൽകിയ ശരീരമാണിത്, നീ നൽകിയ ആരോഗ്യമാണ്, നീ നൽകിയ വിശ്വാസമാണ്, നീ നൽകിയതാണ് കർത്താവേ ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ എല്ലാം സർവ്വതും കർത്താവേ, എല്ലാം അങ്ങയുടെ ദാനമാണ് കർത്താവേ. നിന്റെ കയ്യിൽ നിന്ന് ചിലതെടുത്ത് ഞങ്ങൾ നിനക്ക് പകരം തന്നു കർത്താവേ. അല്ലാതെ ഞങ്ങളായിട്ട് ഒരിക്കലും അങ്ങയ്ക്ക് ഇല്ലാത്തതൊന്നും തന്നിട്ടില്ല കർത്താവേ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ അങ്ങ് തന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾ ഒരിക്കലും അങ്ങയ്ക്ക് ഒരു രീതിയിലും തന്നിട്ടില്ല കർത്താവേ. ഞങ്ങളെ ഇത്രത്തോളം കരുണ കാട്ടി കൃപയുടെ സുവിശേഷം മനസ്സിലാക്കിപ്പിച്ച് രക്ഷിച്ച് അങ്ങയുടെ മക്കളാക്കിയതിനായിട്ട് സ്തോത്രം കർത്താവേ. എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല കർത്താവേ. ഇനി ഞങ്ങൾ നിത്യതയെ വന്ന് ഇനി ഒരു നിത്യത മുഴുവൻ സ്തുതിച്ചാലും കർത്താവേ ആ കടം തീരുകയില്ല കർത്താവേ. അങ്ങ് അത്രത്തോളം ഞങ്ങളോട് കടാക്ഷിച്ചവനാണ് കർത്താവേ. എന്നിട്ടും ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ അഹമ്മതിയും അഹങ്കാരവും ഒക്കെ വെച്ച് താലോലിച്ചിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ ഈ പറഞ്ഞ ദയയും മനസ്സലിവും താഴ്മയൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരം പൊറുക്കണമേ. ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിലും ഞങ്ങളുടെ മനോഭാവത്തിലും ഞങ്ങളുടെ നോട്ടത്തിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ഒക്കെ വെളിപ്പെട്ട് വരുന്ന എല്ലാ നിഗളവും അങ്ങ് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ താഴ്മയുള്ളവരായി മാറുവാൻ, അപ്പോസ്തലനെ പോലെ ദൈവകൃപയെ മഹത്വീകരിക്കുന്നവനാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദയയും വിശ്വസ്തതയും രുചിച്ചറിഞ്ഞതുകൊണ്ട് സങ്കീർത്തനക്കാരനെ പോലെ ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, സകല മഹത്വം അങ്ങയുടെ നാമത്തിന് തന്നെ ഇരിക്കട്ടെ എന്ന് കർത്താവേ ഊർജ്ജസ്വലതയോടെ തീക്ഷ്ണതയോടെ പ്രതികരിക്കുന്നവരാകുവാൻ ഞങ്ങളെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ അഹംഭാവവും അഹങ്കാരവും നിമിത്തം കൊരിന്ത്യ സഭയിൽ വന്നതുപോലത്തെ ആശയക്കുഴപ്പം ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ പണിസ്ഥലങ്ങളിൽ, ഞങ്ങളുടെ സഭയിൽ കടന്നു വരുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരും താഴ്മ ധരിച്ച് ദൈവത്തിൻ്റെ മഹാകരത്തിൻ കീഴിൽ കർത്താവെ താഴ്മയോടെ ഇരിക്കുവാൻ, സമർപ്പണത്തോടെ ഇരിപ്പാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും കർത്താവ് ഞങ്ങൾ ഈ വായിച്ചു കേട്ട ചോദ്യങ്ങൾ ചോദിച്ച് വചനപ്രകാരം, വചനത്താൽ ഒരു ജയം ഞങ്ങൾക്ക് പകർന്നു തന്ന് ഞങ്ങൾ താഴ്മയിൽ തന്നെ നടക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. തുടർന്നുള്ള കർത്തൃമേശയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.